മുട്ടനാടുകളെ തമ്മിലടിപ്പിച്ച് ചോര കുടിക്കുന്ന കുറുക്കന്റെ കഥ കേട്ടിട്ടില്ലേ? അതുപോലെയാണ് അമേരിക്കയും. ലോകത്തെവിടെ സംഘർഷമുണ്ടായാലും ഒരു ചേരിയിൽ അമേരിക്കയും ഉണ്ടാവും. റഷ്യ യുക്രൈൻ യുദ്ധം, ഇസ്രായേൽ ഹമാസ് യുദ്ധം, സിറിയയിലെ ആഭ്യന്തര സംഘർഷം, ഇങ്ങനെ ചുക്കില്ലാത്ത കഷായമില്ല എന്ന് പറയുന്ന പോലെ അമേരിക്കയില്ലാത്ത സംഘർഷവുമില്ല. കഴിഞ്ഞ ദിവസം ചൈനയും തായ്വാനും തമ്മിലുള്ള തർക്കത്തിലും ഒരു ഭാഗത്ത് അമേരിക്കയുണ്ട്. ഈ സംഘർഷങ്ങളിൽ കുറുക്കൻ തന്നെയാണ് അമേരിക്ക. ലോകം യുദ്ധങ്ങളാലും സംഘർഷങ്ങളാലും നിറയുമ്പോൾ ചീർത്തുവീർക്കുന്നത് അമേരിക്കയിലെ ആയുധനിർമ്മാണ കമ്പനികളാണ്. ലോകത്തെ ആയുധ വ്യാപാരത്തിന്റെ 50% കൈയാളുന്നത് അമേരിക്കൻ കമ്പനികളാണ്. 2023 മൊത്തം $317 ബില്യൺ ആയുധ വ്യാപാരമാണ് അമേരിക്ക മാത്രം നടത്തിയത്. അതായത് ലോകത്തെ മൊത്തം ആയുധ വ്യാപാരത്തിന്റെ 50% വരുമിത്. റഷ്യ യുക്രൈൻ യുദ്ധവും ഇസ്രായേൽ ഹമാസ് യുദ്ധവുമാണ് ആയുധത്തിന്റെ ഡിമാൻഡ് വർദ്ധിപ്പിച്ചത്. യുക്രൈനിലും ഗസയിലും എന്താണ് അമേരിക്കയുടെ താൽപ്പര്യമെന്ന് ഇതിൽ നിന്ന് വ്യക്തമാണ്. 2023 100 പ്രതിരോധ കമ്പനികളുടെ മൊത്തം വരുമാനം $632 ബില്യൺ. 2022 വർഷത്തിൽ നിന്ന് 4.2% വളർച്ചയാണിത്. ആയുധ വ്യാപാരത്തിൽ US പ്രതിരോധ വകുപ്പ് പുതിയ റെക്കോർഡാണ് സൃഷ്ടിച്ചത്. പ്രധാനമായും യുഎസിന്റെ യൂറോപ്പിലെ സഖ്യരാജ്യങ്ങൾക്കാണ് ആയുധം നൽകിയത്. ഈ കാലയളവിൽ ഏറ്റവുമധികം നേട്ടമുണ്ടാക്കിയത് ലോക്ഹീഡ് മാർട്ടിൻ, RTX, നോർത്ത്റോപ്പ്, ബോയിങ്, ജനറൽ ഡൈനാമിക്സ് തുടങ്ങിയ പ്രതിരോധ കമ്പനികളാണ്. യുക്രൈൻ റഷ്യ, ഇസ്രായേൽ ഇറാൻ, ഇസ്രായേൽ ഹമാസ്, ഇസ്രായേൽ ഹൂതികൾ, ഇങ്ങനെ ലോകം സംഘർഷങ്ങളുടെ പിടിയിലാണ്. നിലവിലെ സാഹചര്യത്തിൽ ആയുധ നിർമ്മാണ കമ്പനികളും തടിച്ചുകൊഴുക്കുന്നു. ആശങ്ക ഉയർത്തുന്നതാണ് ഈ സാഹചര്യം. അതിനിടെയാണ് US കമ്പനികൾക്ക് ചൈന ഉപരോധം ഏർപ്പെടുത്തിയെന്ന വാർത്ത വരുന്നത്. 13 US ആയുധ കമ്പനികൾക്കാണ് ചൈനയുടെ ഉപരോധം. തായ്വാന് ആയുധം നൽകാനുള്ള തീരുമാനമാണ് ചൈനയെ ചൊടിപ്പിച്ചതെന്നാണ് ബ്ലൂംബെർഗ് റിപ്പോർട്ട് ചെയ്യുന്നത്. ഉപരോധിച്ചവയിൽ ഭൂരിഭാഗവും ഡ്രോൺ നിർമ്മാണ രംഗത്തെ മുൻനിര കമ്പനികളാണ്. ചൈനീസ് വിദേശകാര്യ മന്ത്രാലയമാണ് ഉപരോധം പ്രഖ്യാപിച്ചത്. തായ്വാനുമായുള്ള $385 മില്യൺ ആയുധ കരാറിന് അടുത്തിടെ US ഭരണകൂടം അംഗീകാരം നൽകിയിരുന്നു. ആയുധ സ്പെയർ പാർട്സുകൾ, F-16 ജെറ്റുകൾക്ക് വേണ്ട സാധന സാമഗ്രികൾ, റഡാർ സംവിധാനങ്ങൾ എന്നിവ നൽകാനാണ് കരാർ. യുഎസിന്റെ നടപടിയിൽ ചൈന ശക്തമായ എതിർപ്പ് അറിയിക്കുകയും ചെയ്തിരുന്നു. ഡെഡലൈൻ ബ്രൗൺ എഞ്ചിനീയറിംഗ്, ബ്രിങ്ക് ഡ്രോൺസ്, ഷീൽഡ് AI എന്നിവയാണ് ഡ്രോൺ നിർമ്മാണ രംഗത്തുള്ള ഉപരോധം ഏർപ്പെടുത്തിയിട്ടുള്ള കമ്പനികൾ. റാപ്പിഡ് ഫ്ലൈറ്റ് LLC, റെഡ് 6 സൊല്യൂഷൻസ്, സിനെക്സസ്, ഫയർസ്റ്റോം ലാബ്സ്, ക്രാറ്റോസ് അഡ്മാൻഡ് ഏരിയൽ സിസ്റ്റംസ്, ഹാവോക് AI, നെറോസ് ടെക്നോളജീസ്, സെബർലെക്സ് കോർപ്പറേഷൻ, ഡോമോ ടാക്ടിക്കൽ കമ്മ്യൂണിക്കേഷൻസ്, ഗ്രൂപ്പ് W എന്നിവയാണ് ഉപരോധ പട്ടികയിലുള്ള മറ്റ് കമ്പനികൾ. ഇതിനു പുറമെ മറ്റ് 6 കമ്പനികളുടെ എക്സിക്യൂട്ടീവുകളുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടുമെന്നും ചൈന അറിയിച്ചിട്ടുണ്ട്. റേതിയോൺ, BAE സിസ്റ്റംസ്, യുണൈറ്റഡ് ടെക്നോളജീസ് എന്നീ കമ്പനികളുടെ മുതിർന്ന ഉദ്യോഗസ്ഥർക്കെതിരെയാകും നടപടി. ഇവർക്ക് ചൈനയിലേക്ക് വിലക്കും ഏർപ്പെടുത്തിയിട്ടുണ്ട്.